അച്ചു 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 നല്ല ചന്തല രണ്ട് നകല് വേണം. എന്താ കിടന്ന് കളിക്കണ്? കിച്ചു വെട്ടാൻ വന്നു കഴിഞ്ഞാൽ നക്കല കിട്ടുവോ? നീ വരണ്ടേ? വേഗം വാ, സമയം പോണു. ഇത് കേറി പോയി പെട്ട അറിയണ്ടേ. നോക്കി നടക്ക്. ഇടിഞ്ഞു വീഴുവന്നല്ലെങ്കിൽ നല്ല നല്ല ഭംഗിയില്ല കേട്ടോ, കേടൊന്നുമില്ലാത്ത വേണം. അവിടെ ഉണ്ടോ അപ്പുറത്ത് ആ ഭാഗത്ത് ഒരുപാട് നീളം വേണ്ട. അവിടെ മുറിച്ച് എന്നിട്ട് നമുക്ക് വേണ്ടത് അങ്ങനെ തന്നെ കീറാണ്ട് പിടിച്ചു. അത് ഒന്നും കൂടി ഉണ്ട് അവിടെ. അതാ അവിടെ നേരെ പിടിക്കും. അത് കീറിയതല്ലേ, അത് വേണ്ടെന്ന്. വേറെ കിട്ടുക നോക്കാം. അതിന്റെ മേലത്ത് കിട്ടുക. അതന്നെ കത്തി പോയില്ലേ? അവിടേക്ക് പോണ കത്തി. പിന്നെ മിക്സിയിലൊക്കെ അരച്ചേക്കണ്. പച്ചരി അല്ലേ? പച്ചരി എന്തിനാ? നമ്മൾ സിനിമയിലും സീരിയലൊക്കെ കണ്ടിട്ടുണ്ടാവും ഈ ഒരു പരിപാടി. അങ്ങനത്തെ ഒരു പരിപാടിയാണ്. അല്ല, ഇവിടെ തന്നെ നമ്മൾ തന്നെ ഒരു കൊല്ലത്തിൽ ഒരു ദിവസമല്ലേ കിട്ടും ഈ ഒരു പരിപാടിക്ക്. ഈ ഒരു ദിവസം അത് എല്ലാ സമയത്തും കിട്ടൂല. നമുക്ക് കഴിഞ്ഞ കൊല്ലം പറ്റിയില്ല, ഇക്കൊല്ലം പറ്റിയില്ല. നമ്മുടെ ഇവിടെ തട്ടകത്തമ്മയ്ക്ക് നമ്മൾ നിറപ്പറ കൊടുക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ നമ്മുടെ പുതിയ വീടായി കഴിഞ്ഞപ്പോ കഴിഞ്ഞ കൊല്ലം നമുക്ക് ശൂന്യായിരുന്നു അല്ലേ? അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റിയില്ല. ഇപ്രാവശ്യം നമുക്കത് പറ്റും. അപ്പൊ നമ്മൾ ചെയ്യാന്ന് വിചാരിച്ചു. പറ്റുമെന്ന് വിചാരിച്ച് ഇന്നലെ ഇരുന്നപ്പോൾ നമ്മുടെ വീടിന് കുറേ അപ്പുറത്തൊരു അമ്മായി മരണപ്പെട്ടു കേട്ടോ. അപ്പൊ അവര് ഞങ്ങളത് വേണ്ടാന്ന് പറഞ്ഞപ്പോൾ അവര് പറഞ്ഞു, നിങ്ങൾ അമ്പലത്തേക്ക് ഒരു കാര്യം ചെയ്തല്ലേ, അപ്പൊ അത് ചെയ്യാതിരിക്കും, കുടുംബത്തിലല്ലല്ലോ എന്ന് പറഞ്ഞു. അതിലേക്ക് ഇത് കിട്ടാൻ വഴുവഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അമ്മ കാണിച്ചു കൊടുക്കുന്നു. അതാണ് ഇതില് ഒരു അരിയല്ല, അത് കിട്ടുമ്പോ ഇങ്ങനെ വഴുവഴുപ്പ് കിട്ടും. നമ്മൾ മാതോര് വെക്കുമ്പോ, ഓണത്തിന് മാതോര് വെക്കുമ്പോ ഒന്നല്ലെങ്കിൽ ചിലവര് ചെമ്പരത്തിയുടെ ഒന്നങ്ങോട്ട് ഒന്നങ്ങോട്ട് അത് സാരല്ല, അത് ഉണങ്ങുമ്പോ എന്താ വെള്ള കളറാവും. അപ്പൊ നമ്മള് വീടും പരിസരവും ഒക്കെ വൃത്തിയാക്കി എല്ലാതും നല്ല ചിട്ട വഴി ചെയ്ത് മുറ്റത്ത് ചാണകമൊക്കെ മെഴുകി ഇനി ഉള്ളത് കാണാല്ലേ. കുറച്ചും കൂടി വെള്ളം കിണ്ടി വെള്ളമാണോ? കിണ്ടി വെള്ളം വേണമാ? ഉണ്ടോ? കിണ്ടി എടുത്ത് പറ സുഖേ. ഇവിടത്തെ കിണ്ടിയൊക്കെ എവിടെ കിടക്കണോ ഒക്കെ ഇതിന്റെ മുകളിൽ അവിടെ കണ്ടു. കുറച്ചും കൂടി കയ്യിലൊതുങ്ങണ്ടേലമ്മ. മണം വരും. ഞാൻ ഇഞ്ഞോളി അരിയും പൂവൊക്കെ വേണോ? പൂവാണോ? പൂവൊക്കെ വാങ്ങിയോ? ഇന്നലെ മുതൽ അങ്ങനെ തന്നെ, ഇങ്ങനെയൊക്കെ തന്നെയല്ലേ പഠിക്കുക. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കിടക്കും. കണ്ടാ 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 ഒന്ന് പോയ പൊടിയും കൊണ്ടല്ല, ഇതും കൊണ്ടാവുമ്പോ എന്താണെന്നറിയോ, കുറേ ദിവസം നിൽക്കും അല്ലമ്മ. കൈ കറച്ചുണ്ടോ നമ്മുടെ? എന്താ അങ്ങോട്ട് വയ്ക്കണേ? ഞാൻ സുകന്യ ചെയ്തോട്ടെ പറഞ്ഞിട്ടൊരു അവസരം കൊടുത്തതാ.
അല്ലെങ്കിൽ നമ്മുടെ അത്ര വലിയ പൂവടെ കിടക്കുന്നില്ലേ. കൂട്ടിയിട് ഒരെണ്ണം കൂടി അരച്ചേ. വെണ്ടയ്ക്ക് എടുത്തിട്ട് ഇടുന്നതാണ്. ഉള്ളിൽ ഡിസൈൻ എടുത്തോ. ഉള്ളിൽ ഡിസൈൻ കഴിക്കാൻ പറ്റില്ല. ആ പാടേ എന്താ കൊണ്ടിച്ചൊക്കെ ചെയ്യാ എന്നെ പറ്റൂന്നൊന്നുമില്ല. എത്ര നന്നാവണം അത്രയും നല്ലതാണ്. ബാക്കി പറഞ്ഞോ? എനിക്ക് വേണ്ട. എനിക്ക് ഞാനാണ് കേട്ടോ വരയല്. എനിക്ക് ഞാൻ ഇവിടുന്ന് ഫുള്ള് ഈ അറ്റം വരെയൊക്കെ ഇടും. ഇവിടെ ഇല്ല കേട്ടോ, അവിടെ പോലെ നിറച്ച് വലിയ വലിയ കള ഇടുമായിരുന്നു. ഇപ്പൊക്ക് പറ്റാത്തതും കൊണ്ട് ഞാൻ ചെയ്യണില്ല എന്ന് മാത്രം കേട്ടോ. അപ്പം നമുക്ക് മാറി നിൽക്കാനേ പറ്റുള്ളൂ. ഇനി സുകന്യ അതിൻ്റെ ഉള്ളിൽ ഒരു വട്ടം വരയ്ക്ക്. അതിൻ്റെ ഉള്ളിൽ നേരെ വട്ടം വട്ടം വരച്ചില്ലേ, എന്നിട്ടൊരു പൂ പോലെ ഇക്കത്. ഇനി ഒരു പൂവാക്ക് ഓരോ എതള് പോലെ ഇട്ടിട്ട് വട്ടത്തില് ഇങ്ങനെ 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 ഇതിങ്ങനെ അല്ല, അങ്ങനെയല്ല, ഇങ്ങനെ ആ വട്ടത്തിന്റെ മുകളിൽ കൂടെ ഇങ്ങനെ ഇരുന്നിട്ട് ചെയ്താൽ മതി, മെല്ലെ ചെയ്താൽ മതി. അതന്നെ ആ വട്ടത്തിന്റെ ഉള്ളില് മറ്റേ ആ ചതുരം കൂടിയും കൂട്ടിയിട്ട് ഇപ്പൊ കണ്ട വൃത്തി വരുന്നത്. പക്ഷെ മറ്റേത് ഒലിച്ചു പോകാൻ പാടില്ല കേട്ടാ. ആദ്യമല്ലേ ഒക്കെ പോക ശരിയാവും. ഇതൊരു ബണ്ണിന്റെ ഷേപ്പ് ആയി പോയി. ഇല്ലേ എന്നിട്ട് ബണ്ണി ഒരു പൂ കണ്ടോ ഇപ്പൊ വരുന്ന കണ്ടില്ലേ? അതന്നെ മൂന്ന് ഷേപ്പ് ആയി പോയി. ആ വാഴല വെക്കുമ്പോ അറിയില്ല കേട്ടാ. ആ അതും കൂടി വീടും. ഇവിടെ എന്ത് ചെയ്യും? ഇവിടെ ഇങ്ങനെ വരച്ചോ. ഇവിടെ അങ്ങനെയല്ല, ഇവിടെയും പൂടാല്ലേ. പിന്നെ ഇവിടെ എന്ത് ചെയ്യോ? ഞാൻ ചേച്ചി ഇവിടെ ഇങ്ങനെ ഇട്ട് വരക്കില്ല അമ്മ. കുറച്ചും കൂടി വട്ടം വലിപ്പം വേണ്ടായിരുന്നു. ഇവിടെ ഫുള്ള് ചാണകം വൈകിയതന്നെ. കൈയൊക്കെ വരയ്ക്കണം നമ്മുടെ. ഇനിയില്ലേ അതന്നെ എന്തിനാണ് വരയുന്നല്ല, എന്തിനാ കയ്യും ഞാൻ പൂ ഉരുണ്ടോ അതിന്റെ പറയലാണ്. ഇവിടെ വരച്ചു. ഇനിയില്ലേ ഇനി സൂനി ഇങ്ങനെ വരക്കി, ഇങ്ങനെ ചതുരം. ഇത് ഇങ്ങനെ ചതുരം, ഇങ്ങനെ 3 വര, ഇവിടുന്ന് ഇങ്ങനെ 3 വര, അവിടുന്ന് അങ്ങനെ 3 വര, അപ്പുറത്തിട്ട് കണ്ടുപിടിച്ചോ? അമ്മ ഇപ്പൊ വന്നേളൂ. അത് നീളത്തില് കുറച്ച് വലിയ നീളത്തില്, കുറച്ച് നീളത്തിലടി. ആ ഈ മറ്റേതും കൂടി നീളം കൂട്ട് കണ്ടോ. അപ്പുറം നിലവിളക്ക് വരയ്ക്കാൻ അറിയോ? നിലവിളക്ക് വരയ്ക്കാൻ അറിയോ? ഞാൻ അങ്ങനെ വരയ്ക്കാറുള്ള. ഇങ്ങനെ ആദ്യം ഇങ്ങനെ വരടുക, എന്നിട്ട് ഇങ്ങനെയൊക്കെ ഇടുക കണ്ടോ. എന്നിട്ട് ഇങ്ങനെ ഇടുക, ഇത് കണ്ടോ. എന്നിട്ട് ഇവിടെ ഒരു ഇതിടുക, ഇവിടെ നിന്ന് ഇങ്ങനെ ഇടുക, എന്നിട്ട് ഇതേപോലെ ഇവിടെ ഇടുക കണ്ടോ. ഇതാണ് നിലവിളക്ക്. ഏതാ കാണിക്ക്. ഉണ്ടാക്കിയ നിനക്ക് ഇടുന്ന പോലെ അവൾക്ക് കൈ കൊണ്ട് സാധിക്കില്ല. അത് ഞാൻ വരയണ്ടെന്നാണോ പറഞ്ഞത്? നിലവിളക്ക് അറിയോന്ന് വെച്ചാണ്. ഇനി നമുക്ക് നാലുശ്ശേരിക്കാവിലെ ദിവസം പായസം വെക്കുമ്പോ അണിയാട്ടോ. അത് പായസം വെക്കാൻ പറ്റുണ്ടാവില്ല അല്ലമ്മ? അങ്ങനെ തന്നെ തലേ ദിവസം അനിയേട്ട 4 ദിവസമാണല്ലോ വരുന്നല്ലേ. ഉത്രാണേ ആര് ഇനി എന്താ പരിപാടി പറഞ്ഞാന്ന്. ഇതാ വടിയും കൂടി
ഇവിടെ ബ്ലാങ്ക് അടക്കാൻ പോകണ്ട അവിടെ എന്തെങ്കിലും ചെയ്യും അപ്പൊ ഇവിടെയും ചെയ്യും കുറച്ചും കൂടി വെള്ളാക്കിട്ട് അവിടെയും കൂടി ചെയ്യും മതി. ഇവിടെ അവിടെ ഇവിടെ 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 ഇത് ഈ പൂ തന്നെ വെച്ചാൽ ആ അവിടെ ഇങ്ങനെ ചെയ്തോ അവിടെ കുറച്ചിട്ട് നന്നായി പൂവായിരിക്കും. അല്ല പിന്നെ നന്നായിട്ടുണ്ട്. അതന്നെ അങ്ങനെ തന്നെ മതി. കുറച്ച് കഴിയുമ്പോഴാണ് ഇത് കിട്ടുള്ളൂ. പൂവ് കൊടുത്തിട്ട് വരുന്ന അച്ഛാ ചിലവര് വാഴയിലല്ലേ വാഴയില കൂട്ടി പിടിച്ചിട്ട് ഇതിന്റെ മാവ് കൊണ്ട് ഇങ്ങനെ ചീട്ടും. അത് ചിലവരുടെ നല്ല രസം ഉണ്ടാവില്ലമ്മ ഓരോരുത്തർ അഞ്ഞത് കാണാൻ. നമ്മളിതിപ്പോ എപ്പോഴെങ്കിലും അല്ലേ ചെയ്യും. അമ്മൂമ്മ പണിയെടുക്കില്ല ആയിക്കൂടെ പോകുമ്പോ അങ്ങനെ കാണാം മറ്റേ കോലിട്ട് നടക്കുന്നത്. മതി അവിടെ എല്ലാ വീട്ടിലും ഉണ്ട് ഇവിടെയും ചെയ്യാം. മതി 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 അത് കഴിക്കാം. കഴിക്കും. മതി. ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാൾ ഭേദമല്ലേ എന്തെങ്കിലും ചെയ്യുന്നത്. പിന്നെന്താ എന്താ കാണാൻ ചന്തല്ലേ. അതന്നെ ഞാൻ പറഞ്ഞ ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ എന്തെങ്കിലും ചെയ്യുമ്പോ അത് ഭംഗിയുണ്ടല്ലോ. നമ്മുടെ കറ്റാർവാഴ എന്ത് കളറായിരുന്നു. ഇപ്പൊ നോക്കിയ കറ്റാർവാഴയുടെ കളർ ശരിക്കും പച്ച കളറായി. 2 ദിവസം വെള്ളം ഒഴിച്ചപ്പോഴും. അപ്പൊ ഈ വെയിലത്ത് ഇറങ്ങിയ തീ പോലുള്ള വെയിലത്ത് ടെറസിന്റെ മേലെ കൊണ്ട ചെയ്യും. പിന്നെ ഇത് മതിയടി. ഹലോ പേരെന്താ? എന്റെ പേരെന്താന്ന്? എത്ര എവിടെ പഠിക്കണേ? അമ്മയുടെ പേരെന്താ? അമ്മ. എന്താണ് അണക്കില്ലേ ഈ അമ്മേനെ ഇഷ്ടം അമ്മേനെ ഇഷ്ടം? അണക്ക് എന്നെ ഇഷ്ടം അമ്മൂച്ചിനെ ഇഷ്ടം? അമ്മു ചേച്ചീനെ ഇഷ്ടം എന്നെ ഇഷ്ടം? അമ്മൂച്ചിനെ. എന്നെ ആർക്കും ഇഷ്ടമില്ലല്ലോ. അതാ ഒരു തീപ്പൊക്കെ എടുക്കാൻ പോയിട്ട് കിട്ടിയോ? ഇറങ്ങ ഇറങ്ങ. കുഞ്ഞേട്ട് രണ്ട് കൈകൊണ്ടും ഇങ്ങനെ വിളക്ക് വയ്ക്കുന്ന മേലെ ഇവിടെ ഇവിടെ ഇവിടെ
വരൂ, ഇവിടെ വരൂ. അത് ചോദിച്ചു നോക്കോടെ ഉപ്പന്നെ സാധിക്കുന്നെങ്കിൽ ചെയ്തോളൂ. കേൾക്കണ്ടോ? എവിടെ സജി എവിടെ? കുറി കളമ്പാട്ടിന് പറ്റുമോ? അപ്പൊ അതൊന്ന് പറഞ്ഞോളൂ കേട്ടോ. ആ പറയാം. അതെ, എവിടെ വീടപ്പോ? ശരി ഓക്കെ ശരി. നമ്മുടെ പുതിയ വീട്. ശരി ശരി കേട്ടോ, ശരി. അവിലും മലര് അല്ലേ? എന്താ കുട്ടിച്ചാത്തനോ? ഇവര് തിരക്ക് പിടിച്ച് വന്നാണ്. ഇങ്ങനെ തിരക്കൂട്ടി വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യുക? വാങ്ങി വെച്ച അവില്, മരല്, തേങ്ങ. അങ്ങനെ അത് കഴിഞ്ഞു. അച്ഛൻ്റെ അടുത്ത് അമ്മൂൻ്റെ അടുത്ത് ഞാൻ മുടി ഒന്ന് കെട്ടാൻ പറഞ്ഞതാ. വെളിച്ചപ്പാട് തന്നെ പറഞ്ഞില്ലേ ഇപ്പൊ? അമ്മ പറഞ്ഞു തരാത്ത കൊണ്ടാണ് പറഞ്ഞില്ലേ. ചവിട്ടാൻ പാടില്ല. അതിൽ നെല്ലുമണിയൊക്കെ ഒക്കെ പെറുക്കിയെടുക്കണം. ഒരു തിരിച്ചിൽ പോലെ തന്നെയല്ലേ നമുക്കിത് ഈ സമയമായപ്പോഴേക്കും പറ്റാതെ വരും. പിന്നെന്താ വെച്ചാൽ അമ്മയും സുകന്യ ഉള്ളതും കൊണ്ട് നമുക്കിങ്ങനെ ഇതായി പോവാ. തൊട്ടും എന്താ എങ്ങനെ പറയാ, ഞാനില്ലെങ്കിൽ അവര് ചെയ്യുമല്ലോ, ആ ഒരു സമാധാനത്തിലാണ് നമ്മളിത് വേണ്ടാന്ന് പറയാതിരുന്നത് കേട്ടോ. വേണ്ടാന്ന് പറയാതിരുന്നില്ല. അവരോട് ചോദിച്ചപ്പോൾ അവര് കുഴപ്പമില്ല, അത് വീട്ടിൽ മാറി നിന്നാൽ മതി എന്നുള്ള അവര് പറയുകൊണ്ട് നമ്മൾ ചെയ്താട്ടോ. പിന്നെ നമ്മളങ്ങനെ കണക്കാക്കില്ല. അവരങ്ങനെ കുഴപ്പമില്ലാന്ന് അവര് പറയുകൊണ്ട് ചെയ്താണ്. നമ്മളപ്പോൾ അങ്ങനെ ചെയ്തു. എന്താ മാറി നിന്നത്. എല്ലാ കാര്യം ഞാനിങ്ങനെ ഓർത്ത് വെച്ചിട്ട് പറയുക ചെയ്യുക. ഇന്ന കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞാൽ ഇന്നത് ചെയ്യണം, ഇന്നത് എന്താ ഇന്നതുപോലെ എന്നുള്ളത് പറയും. അമ്മയ്ക്കും ഓർമ്മയില്ല, സുകന്യക്കാണോ വെച്ചാൽ അത് കണ്ടിട്ടും ശീലമല്ല അല്ലേ സുകന്യെ? അങ്ങനെ എന്താ എന്താ അപ്പോൾ രണ്ടുപേർക്കും അതിൻ്റെ ഇതില്ല. അപ്പം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ തന്നെയാണ് അവിടെ ചെയ്തിരുന്നത്. അപ്പോൾ ഒരബദ്ധമൊക്കെ ഏത് മനുഷ്യനും പറ്റില്ലേ. അതിലൊന്നല്ല, ദേവി കാക്കട്ടെ എല്ലാവരില്ലേ. അതല്ലേ നമ്മൾ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ദേവി എന്താ ക്ഷമിക്കട്ടെ. അത് സാരല്ല. ഇനി കുറേ വീടുകളിൽ പോയിട്ട് നറുപ്പറ എടുക്കാണ്ട് കേട്ടോ. അപ്പോൾ നാളെ നല്ല വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം.